കൊക്കിന് ജീവനുണ്ടെങ്കിൽ ടി വി ഫിറ്റ് ചെയ്യണ്ട. നീ ടി വി ചെയ്യാ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തില് രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് നമ്മളൊരു സ്മാർട്ട് ടി വി. ഇനി വിശദീകരിച്ച് സമയം കളയണ്ട. അപ്പോൾ ഇപ്പോൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, അനുവിനെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അതായത് ഒരു പ്രാങ്കിലൂടെ കൊണ്ടുവന്ന് നമ്മളെ ഈ സാന്ത്വനത്തിലോട്ട് വരുന്നത്. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അവിടെ പോവാ എല്ലാരും, എങ്ങോട്ട് പോവാ എല്ലാരും? നമ്മൾ അവിടെ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ ഈ നാട്ടുകാരിയാ. ഏത് നാട്ടുകാരിയാ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. കിട്ടി, പലിശ സഹിതം കിട്ടി. ആയിക്കോട്ടെ, കൊച്ചിന് ടി വി കൊടുക്കുന്നെങ്കിൽ ഈ കൊച്ചിന് കൊടുക്കണം. അത് ഞാൻ കൊടുക്കാം, ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. എന്തൊരു നീചനാണ്. പാവോട് അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. ആ ജോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ഇല്ലെങ്കിൽ നീ ഒരു ചെവിട്ടടി ഇപ്പത്തോട്ട് പോത്തില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. എന്നെ ടി വി കൊടുക്കാൻ വിളിച്ചു, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ടി വി അവിടെ വയ്ക്കുന്നുണ്ടാ? നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു. നിങ്ങള് അറിഞ്ഞു അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഞാൻ പോലീസിൽ കംപ്ലൈന്റ്. പുതിയ പരാതി എഴുതിക്കോ. അതല്ല സാർ, ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും അടിച്ചാ മതി. എഴുതിക്കോ, ഒപ്പിട്ടോ. എന്റെ ദേഹത്തായിട്ട് വല്ല വന്നത് അടിക്കുകയാണ്. കൃത്യമായിട്ട് അടിക്കും. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. എവിടെ കണ്ടിട്ടുണ്ട്? കമ്മ്യൂണിറ്റിയുടെ ഓമയക്കോട് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.